സ്റ്റോറി സ്പേസിലേക്ക്, ഈ കഥയിടത്തിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. തുടരാം വിക്രമാദിത്യ മഹാരാജാവിൻ്റെ കഥകൾ. വേതാളത്തെ വീണ്ടും പിടിച്ചുകെട്ടി തോളത്ത് സ്ഥാപിച്ച് വിക്രമാദിത്യൻ നടക്കാൻ തുടങ്ങി. വേതാളം അടുത്ത കഥയിലേക്ക് കടന്നു. ഒരു രാജാവിൻ്റെ മുന്നിൽ 3 ബ്രാഹ്മണകുമാരന്മാരെത്തി. അവരിൽ ഒരാൾക്ക് ഭക്ഷണത്തോട് പ്രിയം. ഏതുതരം ഭക്ഷണവും സ്വാദറിഞ്ഞ് ഭക്ഷിക്കാൻ അയാൾക്ക് പ്രത്യേകമായി കഴിവാണുള്ളത്. രണ്ടാമന് സ്ത്രീകളിൽ കമ്പം, മൂന്നാമനാകട്ടെ ഉറക്കമാണ് താല്പര്യം. ഇവരുടെ നിരീക്ഷണ വൈദഗ്ധ്യം പരീക്ഷിക്കുന്നതിനായി രാജാവ് നിശ്ചയിച്ചു. ഒന്നാമന് അടുത്തൊരു ഗൃഹത്തിൽ വിഭവസമൃദ്ധമായ സദ്യ ഏർപ്പാടാക്കി. രണ്ടാമനെ സുന്ദരിയും സർവാഭരണ വിഭൂഷിതയുമായ ഒരു കന്യകയോടൊപ്പം അയച്ചു. മൂന്നാമന് പട്ടുമെത്തയിൽ തുവലും പുഷ്പങ്ങളും വിരിച്ച് സുഖകരമാക്കി അതിൽ നിദ്ര കൊള്ളാൻ അനുവദിച്ചു. ആദ്യത്തെ യുവാവ് ഭക്ഷണം കഴിഞ്ഞ് വന്നപ്പോൾ രാജാവ് ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു സദ്യ? സദ്യവട്ടങ്ങളൊക്കെ കേമം, പക്ഷേ ചോറിന് ചാണകത്തിൻ്റെ ഗന്ധമുണ്ടായിരുന്നു. അതെങ്ങനെ സംഭവിച്ചു? പാചകക്കാരനെ വരുത്തി രാജാവ് അന്വേഷിച്ചു. ചാണകം കത്തിച്ച ചാരം വളമിട്ട് വളർത്തിയ നെല്ലിൽ നിന്നുള്ള അരിയാണ് ഉപയോഗിച്ചതെന്ന് മറുപടി കിട്ടി. രണ്ടാമനെ വിളിച്ച് രാജാവ് ആ പെൺകുട്ടിയുടെ കാര്യം ചോദിച്ചു. അവൾക്ക് എരുമയുടെ ഗന്ധമുണ്ടായിരുന്നു എന്നാണ് മറുപടി കിട്ടിയത്. ആ മറുപടി കേട്ട് രാജാവ് ആ പെണ്ണിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചു. പശു വളർത്തൽ തൊഴിലായി സ്വീകരിച്ച ഒരാളുടെ കുടുംബത്തിൽ നിന്ന് വന്ന പെണ്ണായിരുന്നു അത്. നീണ്ട ഉറക്കം കഴിഞ്ഞെത്തിയ മൂന്നാമനോട് രാജാവ് ഉറക്കം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ശരീരം നോവുന്നു എന്നായിരുന്നു അയാളുടെ മറുപടി. അതിമൃദുലമായ കിടക്കയിൽ കിടന്നാൽ എങ്ങനെ മേല് നോവും? കിടക്ക പരിശോധിക്കാൻ ഉത്തരവായി. തൂവലുകൾക്കിടയിൽ ചെറിയൊരു തലമുടി ഉടക്കി കിടന്നിരുന്നു. കഥ ഉപസംഹരിച്ചതിന് ശേഷം വേതാളം ചോദ്യത്തിലേക്ക് കടന്നു. ഈ 3 പേരിൽ ആർക്കാണ് നിരീക്ഷണ സാമർഥ്യം കൂടുതൽ? വിക്രമാദിത്യൻ്റെ മറുപടി ഉടനെത്തി. മറ്റു 2 പേരും ഉണർന്നിരുന്നവരാണ്. എന്നാൽ ഗാഠമായ ഉറക്കത്തിനിടയിലും മെത്തയുടെ സുഖം അറിഞ്ഞവനാണ് മൂവരിലും കേമൻ. ഈ ഉത്തരം കേട്ട് വേതാളം ബന്ധനം വിടുവിച്ച് മുരുക്കുമരത്തിലേക്ക് മടങ്ങി. വിക്രമാദിത്യൻ വേതാളത്തെ വീണ്ടും പിടിച്ചുകെട്ടി വഴി നടന്നു തുടങ്ങി. അപ്പോൾ അടുത്ത കഥ കേൾക്കാൻ തുടങ്ങി. ഒരു ബ്രാഹ്മണന് സുന്ദരിയായ മകളുണ്ടായിരുന്നു. അവളെ വിവാഹം കഴിക്കാൻ 3 യുവാക്കളെത്തി. അതിലൊരാൾ വലിയ പണ്ഡിതൻ, മറ്റൊരാൾ വലിയ സൂത്രക്കാരൻ, മൂന്നാമൻ മഹാശൂരൻ. ഇവരിൽ ആർക്ക് വേണം കന്യകയെ വിവാഹം കഴിച്ചു കൊടുക്കാനെന്നോർത്ത് മാതാപിതാക്കൾ ആശയക്കുഴപ്പത്തിലായി. ഒരു നാൾ കന്യകയെ കാണാതായി. അവളെ ഒരു രാക്ഷസൻ അപഹരിച്ചതാണെന്ന് മനസ്സിലായപ്പോൾ അവളെ വീണ്ടെടുക്കേണ്ടത് തങ്ങളുടെ ചുമതലയാണെന്ന് 3 യുവാക്കൾക്കും തോന്നി. പണ്ഡിതൻ ജ്യോതിഷപ്രകാരം ഗണിച്ച് കന്യക എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ചു. സൂത്രക്കാരൻ പ്രത്യേകമായൊരു രഥം തയ്യാറാക്കി. ശൂരൻ ആ രഥത്തിൽ കയറി രാക്ഷസനെ തേടിച്ചെന്നു. തുടർന്നു നടന്ന ഘോരയുദ്ധത്തിൽ രാക്ഷസനെ കൊന്ന് ശൂരൻ യുവതിയെ വീണ്ടെടുത്തു. സ്വഗൃഹത്തിൽ മടങ്ങിയെത്തിയ യുവതിയുടെ മുന്നിൽ വിവാഹ അഭ്യർത്ഥനയുമായി 3 പേരും വീണ്ടും എത്തി. താൻ രാക്ഷസന്റെ താവളം മനസ്സിലാക്കിയിട്ടാണല്ലോ അവളെ വീണ്ടെടുക്കാനായത് എന്ന് ഒന്നാമൻ വാദിച്ചു. തൻ്റെ അതിവേഗത്തിലുള്ള രഥമാണ് ശൂരനെ അവിടെ എത്തിച്ചതെന്ന് സൂത്രക്കാരൻ പറഞ്ഞു. എന്നാൽ തൻ്റെ ശൂരത കൊണ്ടാണ് യുവതിയെ വീണ്ടെടുത്തതെന്ന് മൂന്നാമൻ. ഇവരിൽ ആരാണ് മാന്യൻ? ആർക്കാണ് കന്യകയെ വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത്? വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു. കന്യകയെ കണ്ടെത്തുന്നതിൽ പണ്ഡിതനും സൂത്രക്കാരനും തങ്ങളുടെ കഴിവ് പ്രയോഗിച്ചിട്ടുണ്ട്. എന്നാൽ തൻ്റെ ശൂരതയിലൂടെ കന്യകയെ വീണ്ടെടുത്തിട്ടും അവളെ തിരികെ മാതാപിതാക്കളെ ഏൽപ്പിച്ച മൂന്നാമൻ്റെ മാന്യത അംഗീകരിക്കേണ്ടതാണ്. ഈ ഉത്തരം കേട്ട അടുത്ത ക്ഷണത്തിൽ വേതാളം രാജാവിൻ്റെ പിടിവിട്ട് ഓടി പഴയ മുരുക്കുമരത്തിൽ സ്ഥാനം പിടിച്ചു.